ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈശോയുമായി സ്നേഹത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെയും ഈശോയുടെയും അമ്മയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി ഒരു കുടുംബത്തിന് ലഭിച്ച ദൈവാനുഗ്രഹം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒരിക്കലും ഒരു സഹോദരി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചു. ഈ സഹോദരി പങ്കുവച്ച കാര്യമാണ്, 5 വർഷമായിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈശോ കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പൊന്നു ബ്രദറെ, ഇത് 5 വർഷമായിട്ട് കേൾക്കാൻ തുടങ്ങിയ കാര്യമാണ്. ഇത് കേട്ട് മടുത്തു. ഇനിയും ഞങ്ങൾക്കിത് കേൾക്കാനുള്ള ശേഷിയില്ല. ഞങ്ങൾ വിളിച്ചത് ഇതിനു വേണ്ടിയല്ല, ഞങ്ങൾ കൃത്രിമമായിട്ട് ഗർഭം ധരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത് ഭംഗിയായിട്ട് നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സഹോദരോട് പറഞ്ഞു, ഇതൊരിക്കലും കത്തോലിക്ക സഭ അംഗീകരിക്കാത്ത കാര്യമാണ്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സഹോദരി എന്നോട് പറഞ്ഞു, കാരണം ഇതെനിക്കെല്ലാം അറിയാം, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ സഹോദരി ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഞാൻ ഈ സഹോദരോട് പറഞ്ഞു, എനിക്കൊത്തിരി അറിവോ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ ഞാനൊരു സാധാരണക്കാരനായ പ്രാർത്ഥനക്കാരനാണ്. പക്ഷേ എനിക്ക് ഈശോയിൽ ഒത്തിരി വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് അംഗീകരിക്കുമെങ്കിൽ ഒരു 3 മാസത്തേക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. 3 മാസത്തിന് ശേഷം നിങ്ങൾ എന്ത് വേണേലും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി അംഗീകരിച്ചു. ഞാൻ ഈ സഹോദരിക്ക് ഒരു വചനം കൊടുത്തു. തോബിത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 5, 6, 7 തിരുവചനങ്ങൾ ഇതെല്ലാ ദിവസവും വായിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ദിവസം മുതൽ ഈ 3 മാസം തികയുന്നത് ഏപ്രിൽ 30 ആകുമ്പോഴാണ് ഈ 3 മാസം തികയുന്നത്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോടെ ജപമാല ചൊല്ലി ഈശോയോട് പ്രാർത്ഥിക്കും. ദിവ്യകാരുണ്യ സന്നിധിയിലിരിക്കുമ്പോൾ ഈ സഹോദരിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഏപ്രിൽ 28 ആയപ്പോൾ ഈ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്നുള്ള കാര്യം മനസ്സിലായി. ഞാനങ്ങനെ 29-ാം തീയതി എടവപ്പള്ളിയിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ തോട്ടുങ്കലച്ചനാണ് വികാരിയച്ചനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അൾത്താരയുടെ സൈഡിൽ നിന്നാണ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത്. അന്ന് ഞാൻ ഈ വിശുദ്ധ ബലിയിലേക്ക് ഈ സഹോദരിക്കും കുടുംബത്തിനും വേണ്ടിയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച് മുട്ടിന്മേൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ, ഞാൻ കാണുന്നത് പരിശുദ്ധ അമ്മ അൾത്താരയിൽ നിന്നും ഒരു കുഞ്ഞിനെയുമായിട്ട് എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. എന്നിട്ട് പരിശുദ്ധ അമ്മ ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ ഈ വിവാഹം കഴിക്കാത്ത എന്തിനാ അമ്മ എനിക്ക് കുഞ്ഞ എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മേനോട് പറഞ്ഞു, എടാ ഇത് നിനക്കല്ല, ഇത് അവർക്ക് വേണ്ടിയുള്ള കുഞ്ഞാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, അവരോട് വിളിച്ചു പറയണം, ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് പറയാൻ പറഞ്ഞു. അങ്ങനെ ബലിയർപ്പണം കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. ഇവരെ വിളിക്കുവാനും വേണ്ടി ഫോൺ എടുത്തു. എന്നാലും എനിക്കൊരു മടി. വിളിച്ചു പറഞ്ഞ് കഴിയുമ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് എങ്ങാനും ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും വിഷമമാകും, എനിക്കും വിഷമമാകും. അപ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് വീണ്ടും പറഞ്ഞു, എടാ ഞാനല്ലേ പറയുന്നത്, നീ വിളിച്ചു പറയാൻ പറഞ്ഞു. എന്നാലും ഞാൻ വിളിച്ചു പറയാതെ നേരെ ടൗണിലേക്ക് വന്നു. അവിടെ ഒരു ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് വീണ്ടും പറഞ്ഞു, നിന്നോടാ വിളിച്ചു പറയാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സഹോദരിയെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച കൂടി ടെസ്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, ഇന്ന് കുർബാന മധ്യേ ഇങ്ങനെ ഒരു ദർശനം എനിക്ക് ലഭിച്ചു, ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അത് കുഴപ്പമില്ല, ചെയ്യാമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തു. വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്, ഞങ്ങളിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ സഹോദരി പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെയായിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോടും ഈശോയോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. നമ്മളല്ലെങ്കിൽ ആകാശത്തിൻ്റെ അങ്ങേയറ്റത്തിരിക്കുന്ന ഒരു ഈശോയാണെന്നോ അങ്ങനെ ഒന്നും ഓർത്തൊരിക്കലും ഈശോയോട് അങ്ങനെ പ്രാർത്ഥിക്കരുത്. നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയോട് കൂട്ടുകാരെ പോലെ, അല്ലെ പരിശുദ്ധ അമ്മയോട് കൂട്ടുകാരെ പോലെ സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിലെ വലിയ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും. കാരണം പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പിശാച് ഒരിക്കലും സമ്മതിക്കില്ല. നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്, പല വിചാരങ്ങൾ കയറി വരുന്നത്, അല്ലെ ജഡിക ചിന്തകൾ വരുന്നത്. കാരണം പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി കൃപാവരങ്ങൾ നമ്മളിൽ നിറയുന്നതും ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാകുവാൻ വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ ഓടി നടക്കുവാനൊക്കെ തുടങ്ങുന്നത്. കാരണം പിശാചിന് ഇതൊരിക്കലും ഇഷ്ടമില്ല. കാരണം ഉൽപ്പത്തി 3:15 സാത്താന്റെ തലയാത്ത തകർക്കുവാൻ വേണ്ടി നിയോഗിച്ച സ്ത്രീ പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലുള്ള പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഒക്കെ കടന്നു വരും. എന്നാൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ ഈശോയിലേക്ക് നടന്നെടുക്കുമ്പോൾ ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളെ എല്ലാം തകർത്ത് മുമ്പോട്ട് പോകുവാൻ
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നു മുതൽ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജപമാല ചൊല്ലി ഈശോയിലേക്ക് അടുക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.